ബച്ചോ, ഏവർക്കും ധീരജ് ഹിന്ദി കക്ഷായിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഹിന്ദിയിലെ കുറിച്ച് വ്യാകരണമാണ്, ഗ്രാമറാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അതായത് എല്ലാ കുട്ടികളും എന്നോട് ചോദിക്കാറുണ്ട്, എക്സാമിന് സ്വന്തമായി ഞങ്ങൾക്ക് എഴുതാനായിട്ട് കഴിയുന്നില്ല, അതിനു വേണ്ടി എന്നെ ഒന്ന് സഹായിക്കാവോ, ഞങ്ങളെ സഹായിക്കാവോ എന്ന്. അത് ഉദ്ദേശിച്ചിട്ടാണ് ഞാനിന്ന് കുറച്ച് ഗ്രാമർ പഠിപ്പിക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പാഠത്തിൽ അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സഖ്യയാണ്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് എക്സാമിന് എഴുതണമെന്നുണ്ടെങ്കിൽ സഖ്യ, സർവനാമ, ക്രിയ, വിശേഷൻ, വിഭക്തി, കാൽ ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ സഖ്യ എന്താണെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. സഖ്യ എന്ന് സജ്ഞ എന്നല്ല, ഹിന്ദിയിൽ സഖ്യ എന്നാണ് പ്രൊനൗൺസിയേഷൻ വരുന്നത്. അപ്പോൾ സജ്ഞ അല്ലെങ്കിൽ സഖ്യ എന്ന് പറഞ്ഞാൽ നാം, പേര്, നാമം, ഇതാണ് അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. അപ്പം സഖ്യ എന്ന് പറഞ്ഞാൽ കിസി വ്യക്തി, വസ്തു, പ്രാണി, ജാതി തഥാ ഭാവ का बोध कराने वाले शब्द को സഖ്യ कहते हैं. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ വസ്തുവിൻ്റെ അല്ലെങ്കിൽ പ്രാണിയുടെ അല്ലെങ്കിൽ ജാതി അഥവാ ഭാവം, ഇതിനെയെല്ലാം ബോധിപ്പിക്കുന്ന വാക്കുകളെയാണ് സഖ്യ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഓരോന്നിനും ഉദാഹരണം പറയുകയാണ്. വ്യക്തി എന്ന് പറയുമ്പോൾ ഒരാളിൻ്റെ പേര്, ആരുടെ ആയാലും, ഇവിടെ ഞാൻ ഗാന്ധിജി, മോഹൻ എന്ന രണ്ട് പേരുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പ്രാണി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ധാരാളം പ്രാണികൾ നമ്മുടെ ഈ ലോകത്തുണ്ട്. കുത്ത, ചിടിയ, ബില്ലി ആദി, ഇതുപോലെ ധാരാളം പ്രാണികളുണ്ട്. വസ്തു എന്ന് പറയുമ്പോൾ മേശ്, കലം, കുർസി, ദവാത്ത്, ധാരാളം വസ്തുക്കൾ നമ്മുടെ ഈ ലോകത്തുണ്ട്. ദെൻ സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ സ്ഥലങ്ങൾ, ദില്ലി, ആഗ്ര, പഞ്ചാബ്, ഹരിയാന, ഭാരത്, കേരള, തിരുവനന്തപുരം, കൊല്ലം, ഇങ്ങനെ ഏത് സ്ഥലമാണോ അതെല്ലാം സ്ഥാനാണ്. ദെൻ ഭാവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്ക് ഉണ്ടാകുന്ന ഫീലിങ്സ്, ഖുഷി, കരുണ, സന്തോഷം, ദേഷ്യം, കോപം, ഇവയെല്ലാം എന്താണ്, നമ്മുടെ ഭാവങ്ങളാണ്. ഇത്രയുമാണ് സഖ്യയിൽ വരുന്നത്. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് ഓരോന്നിനെയും കുറിച്ച് പഠിക്കാം. അപ്പോൾ ഈ സഖ്യ ഇതൊക്കെയാണ്. വ്യക്തിയായിട്ട് വരുമ്പോൾ പ്രാണി, വസ്തു, സ്ഥാൻ, ഭാവ്, ഇങ്ങനെയാണ് ഈ സഖ്യകൾ വരുന്നത്. ഇനി നമുക്ക് ഈ ഹിന്ദിയിൽ സഖ്യ എത്ര പ്രകാരമുണ്ട്, സഖ്യ കെ കിത്തനെ ഭേദ് ഹേ. യഹാ സഖ്യ കോ 5 ഭേദ് ഹേ. 5 തരമാണ് അല്ലെങ്കിൽ ടൈപ്സാണ് സഖ്യ ഉള്ളത്. പക്ഷെ പ്രധാനമായിട്ടും നമുക്ക് 3 പഠിച്ചാൽ മതിയാകും. അതായത് വ്യക്തിവാചക സഖ്യ, ജാതിവാചക സഖ്യ, ഭാവവാചക സഖ്യ, സമൂഹവാചക സഖ്യ, ദ്രവ്യവാചക സഖ്യ. ഈ 5 ഉള്ളത്. പക്ഷേ നമുക്ക് ഒരു 3, അതായത് വ്യക്തിവാചക, ജാതിവാചക, ഭാവവാചക, ഇത്രയും പഠിക്കുമ്പോൾ തന്നെ നമുക്ക് സഖ്യ എല്ലാം നമുക്ക് ഏകദേശം മനസ്സിലായി കഴിയും. പിന്നെ മറ്റുള്ളതും നമുക്ക് പഠിക്കാം, എങ്കിലും പ്രധാനമായിട്ട് ഇത് 3 ഉള്ളത്. ഇതിലെ ആദ്യത്തെ സഖ്യയാണ് വ്യക്തിവാചക സഖ്യ. എന്താണ് വ്യക്തിവാചകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? जो शब्द किसी एक ही व्यक्ति, वस्तु, स्थान या प्राणी का बोध कराए उन्हें വ്യക്തിവാചക സഖ്യ कहते हैं. ഏതൊരു വാക്കുകൊണ്ടാണോ നമ്മൾ ഒരേ ഒരു കിസി ഏക് ഹി വ്യക്തി, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ, ഒരു സ്ഥലത്തിൻ്റെ, ഒരു ജീവിയുടെ പേര് പറയുന്നത്, അതിനെയാണ് വ്യക്തിവാചക സഖ്യ എന്ന് പറയുന്നത്. ഒരേ ഒന്നിനെ എടുത്ത് പറയുക. നമുക്കറിയാം സഖ്യ വസ്തു, വ്യക്തി, വസ്തു, പ്രാണി, ജാതി എന്നിങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. അതിലെ ഒന്നിനെ മാത്രം എടുത്ത് പറയുന്നതാണ് വ്യക്തിവാചക സഖ്യ. എക്സാമ്പിൾ: രാം, രാധ, തോത്ത, മേജ്, ദില്ലി, ഇങ്ങനെ ഓരോന്നിനെയും മാത്രം. രാം അല്ലെങ്കിൽ രാധ എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ പേരാണ്. തോത്ത ഒരു പക്ഷിയുടെ പേരാണ്. മേജ് എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിൻ്റെ പേരാണ്. ദില്ലി ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. ഗംഗ എന്ന് പറഞ്ഞാൽ ഒരു നദിയുടെ പേരാണ്. ഹിമാലയം ഒരു പർവ്വതത്തിൻ്റെ പേരാണ്. ആം എന്ന് പറയുമ്പോൾ അതൊരു പഴത്തിൻ്റെ പേരാണ്.
ദെൻ ഗുലാബ് എന്ന് പറഞ്ഞാൽ അതൊരു പൂവിൻ്റെ പേരാണ്. അങ്ങനെ ഓരോന്നിനെ എടുത്ത് പറയുന്നതാണ് വ്യക്തിവാചക സംഖ്യ. വ്യക്തിവാചക എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ പേരല്ല ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ പ്രത്യേകം പറയാം, ഒരു വ്യക്തിയുടെ പേരല്ല. പിന്നെ എന്തിനെ ആയാലും ഒന്നിനെക്കുറിച്ച് പറയുന്നതാണ്. വ്യക്തിയായാലും സ്ഥലമായാലും വസ്തുവായാലും ജീവിയായാലും ഭാവമായാലും ഏതായാലും ഒന്നിനെക്കുറിച്ച് പറയുന്നതാണ് വ്യക്തിവാചക്. വ്യക്തിക്ക നാമല്ല, വ്യക്തിവാചക്. ഓക്കെ, അതിൽ കുറച്ച് ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അപ്പം ഞാൻ അതുകൂടെ പറയാം. രാം മേര അച്ഛാ ദോസ്ത് ഹേ, രാധ അച്ഛി ഗായിക ഹേ, തോते का रंग हरा है, मेज पर किताब है, दिल्ली भारत की राजधानी है, गंगा पवित्र नदी है, हिमालय बहुत ऊंचा पर्वत है, आम मीठा फल है, गुलाब बहुत सुंदर फूल है, ഷേർ ബഹുത് ഖതർനാക് ജാൻവർ ഹേ. ഇതിൽ സംഖ്യയായിട്ട് വരുന്നതിന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തിവാചക സംഖ്യ എന്താണെന്ന് മനസ്സിലാകും. രണ്ടാമത്തെ സംഖ്യ ജാതിവാചക സംഖ്യയാണ്. അപ്പം വ്യക്തിവാചകം പറഞ്ഞത് മനസ്സിലാക്കിയിട്ട് ജാതിവാചകം നോക്കുക. അതായത് ജിസ് ശബ്ദ സെ ഏക് ജാതി കെ സഭീ പ്രാണിയോ തഥാ വസ്തുവും കാ ബോധ ഹോ ഉസേ ജാതിവാചക സംഖ്യ കഹത്തെ ഹെ. അപ്പോൾ ഏത് വാക്കുകൊണ്ടാണോ ഒരു ജാതി, ഒരു ഗ്രൂപ്പിലെ എല്ലാ പ്രാണികളെയും അതുപോലെ തന്നെ വസ്തുക്കളെയും ബോധിപ്പിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്, അതിനെയാണ് ജാതിവാചക സംഖ്യ എന്ന് പറയുന്നത്. ഒരു ഗ്രൂപ്പിനെ, ഒരു ജാതിയെക്കുറിച്ച് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ജാതിവാചക സംഖ്യ. അതായത് ആത്മി എന്ന് പറയുമ്പോൾ മനുഷ്യൻ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വ്യക്തിവാചകത്തിൽ രാം എന്ന് പറഞ്ഞു. രാം മനുഷ്യനാണ്, പക്ഷേ രാമിനെക്കുറിച്ച് എടുത്തു പറയുമ്പോൾ അത് വ്യക്തിവാചകമായി. ആത്മീ എന്ന് പറയുമ്പോൾ അത് ജാതിവാചകം. ദെൻ പക്ഷി ജാതിവാചകമാണ്. തോത്ത എന്ന് എടുത്ത് പറയുമ്പോൾ അത് വ്യക്തിവാചകമായി. ജാൻവർ മൃഗങ്ങൾ. ഇപ്പം മൃഗങ്ങളെന്ന് പറയുമ്പോൾ ഏത് എന്നില്ല, മൃഗങ്ങൾ ധാരാളമുണ്ട്. പശുവുണ്ട്, പിന്നെ പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, ആനയുണ്ട്, സിംഹമുണ്ട്, എല്ലാം ജാൻവറാണ്. പക്ഷേ അതിൻ്റെ ഒരു പേര് ഗായ്, കുത്ത, ബില്ലി എന്ന് പറയുമ്പോൾ അത് വ്യക്തിവാചകമാകും. ഒന്നിച്ച് ജാൻവർ എന്ന് പറയുമ്പോൾ അത് ജാതിവാചകമാകും. ദെൻ ലട്ക എന്ന് വെച്ചാൽ ആൺകുട്ടി. അപ്പോൾ അതിൻ്റെ പേര് പറഞ്ഞാൽ രാമകൃഷ്ണ സോമ ഇങ്ങനെ പറയുകയാണെങ്കിൽ അത് വ്യക്തിവാചകമാകും. ലട്ക എന്ന് പറയുമ്പോൾ അത് ജാതിവാചകമാണ്. ദെൻ ദേശ് എന്ന് വെച്ചാൽ നേഷൻ, രാജ്യം. അപ്പോൾ രാജ്യം എന്ന് പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ, ഏത് രാജ്യം എന്ന് പറയുമ്പോൾ ജാതിവാചകമാണ്. ദെൻ ഭാരത്, അമേരിക്ക, നേപ്പാൾ എന്നിങ്ങനെ പറയുമ്പോൾ എന്താണ്, അത് വ്യക്തിവാചകമായി. നദി എന്ന് പറയുമ്പോൾ അത് ജാതിവാചകമാണ്. ഗംഗ, യമുന, ബ്രഹ്മപുത്ര ഓരോന്നിൻ്റെയും പേരെടുത്ത് പറയുകയാണെങ്കിൽ അത് വ്യക്തിവാചകമാകും. പർവ്വത്, നമുക്കറിയാം ധാരാളം പർവ്വതങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഒന്നിനെക്കുറിച്ച്, ഇപ്പോൾ എവറസ്റ്റ് അല്ലെങ്കിൽ ഹിമാലയ എന്ന് എടുത്ത് പറയുമ്പോൾ അത് എന്താണ്, ഹിമാലയത്തെക്കുറിച്ചായി അത് വ്യക്തിവാചകമായി. പർവ്വതം എന്ന് പറയുമ്പോൾ ധാരാളം പർവ്വതങ്ങൾ വരും. ദെൻ സമുദ്രം എന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ നമുക്കറിയാം ധാരാളം സമുദ്രങ്ങൾ നമുക്കുണ്ട്. അതിൽ ഒന്നിനെ പസഫിക് അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം, ഏതെങ്കിലും ഒന്ന്, അറബിക്കടൽ, ഇതിലേതെങ്കിലും ഒന്നിനെ പറയുമ്പോൾ അത് വ്യക്തിവാചകമാവും. സമുദ്രം എന്ന് മാത്രം പറഞ്ഞാൽ അത് ജാതിവാചകമാകും. ദെൻ ഫൂൽ, അതും അതുപോലെ തന്നെയാണ്. പൂക്കൾ ധാരാളമുണ്ട് അല്ലേ. റോസുണ്ട്, പിച്ചിയുണ്ട്, മുല്ലയുണ്ട്, ചെമ്പകമുണ്ട്, ചെമ്പരത്തിയുണ്ട്, ധാരാളം പൂക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ ഒന്നിനെ പറയുമ്പോൾ അത്, അതിൻ്റെ പേരെടുത്ത് പറയുമ്പോൾ അത് വ്യക്തിവാചകമാകും. ഫൂൽ എന്ന് പറയുമ്പോൾ അത് ജാതിവാചകം. ഫൽ, അതും അതുപോലെ തന്നെ. പഴങ്ങൾ ധാരാളമുണ്ട്. വാഴപ്പഴം, മാങ്ങ, ചക്ക, കപ്പളങ്ങ, ധാരാളം പഴങ്ങളുണ്ട്. അതിൽ ഓരോന്നിൻ്റെയും പേര് പറയുമ്പോൾ അത് വ്യക്തിവാചകം, ഒന്നിച്ച് പറയുമ്പോൾ അത് ജാതിവാചകം. നമുക്കതിൻ്റെ ഉദാഹരണം കൂടി നോക്കാം. आदमी सबसे अधिक बुद्धिमान प्राणी है, पक्षियाँ आकाश में उड़ती है, जानवरों को 4 पैर होते हैं, लड़के गेंद खेलते हैं, नदी में बहुत पानी है, पर्वत बहुत ऊंचा है, मछुआरे समुद्र से मछलियाँ पकड़ते हैं, फूल का रंग लाल है, फल मीठा है, सबको हमारा देश बहुत प्यारा है. ഇവിടെയെല്ലാം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഏത് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഏതെന്ന് പറയാതെ ഒരു ജാതിയെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ സംബന്ധിച്ച് പറയുന്നത് കൊണ്ടത് ജാതിവാചകം.
ഓക്കെ, അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വ്യക്തിവാചകവും ജാതിവാചകവും പഠിച്ചിട്ട് വേണം നമുക്കിനി ഭാവവാചകം പഠിക്കാൻ. അപ്പം ജാതിവാചകം പഠിക്കുമ്പോൾ അതിൻ്റെ വ്യക്തിവാചകം കൂടി നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് രണ്ടും നന്നായി വായിച്ച് പഠിക്കുക. ഇനി നമുക്ക് ഭാവവാചകം പഠിക്കാം. जिस शब्द से किसी भाव, गुण, दोष, अवस्था, दशा आदि बोध हो उसे ഭാവവാചക സംഖ്യ कहते हैं. ഏതൊരു വാക്കുകൊണ്ടാണോ നമ്മൾ ഏതെങ്കിലും ഒരു ഭാവങ്ങൾ അല്ലെങ്കിൽ ഗുണമോ ദോഷമോ അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥയോ ഒക്കെ മനസ്സിലാക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഭാവവാചക സംഖ്യ എന്ന് പറയുന്നത്. ഒരു വാക്ക് കേൾക്കുമ്പോൾ അതിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ ഗുണം നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ അതാണ് ഭാവവാചക സംഖ്യ. അതായത് പ്രേമ, ബൂഠാപ്പ, ഗരീബി, ക്രോധ്, മിത്രത, ബച്പൻ, മോട്ടാപ്പ, ഭലായി, ഘൃണ, ഖുശി, ഇതെല്ലാം നമുക്കുണ്ടാകുന്ന ഭാവങ്ങളാണ്. പ്രേമം, സ്നേഹം അറിയാമല്ലോ, നമുക്കുണ്ടാകുന്ന ഭാവമാണ്. ദെൻ ബൂഠാപ്പ നമ്മുടെ ഒരു അവസ്ഥയാണ്, വാർദ്ധക്യം. ബൂഠാപ്പ എന്ന് വെച്ചാൽ വാർദ്ധക്യം, നമ്മുടെ അവസ്ഥയാണ്. ഗരീബി, ദാരിദ്ര്യം, അതൊരു അവസ്ഥയാണ്. ക്രോധ്, ദേഷ്യം, അത് നമുക്കുണ്ടാകുന്ന ഭാവമാണ്. മിത്രത മീൻസ് ഫ്രണ്ട്ഷിപ്പ്, കൂട്ടുകെട്ട്, അത് നമുക്കുണ്ടാകുന്ന ഒരു ഭാവമാണ്. ദെൻ ബച്പൻ, അതൊരു അവസ്ഥയാണ്. ബച്പൻ കുട്ടിക്കാലം. മോട്ടാപ്പ എന്താണ്, തടിച്ചിരിക്കുന്ന അവസ്ഥ, അതായത് പൊണ്ണത്തടി, അതും നമ്മുടെ ഒരു അവസ്ഥയാണ്. ഫലായി, നന്മ, നമ്മുടെ ഒരു ഗുണമാണ്. ഘൃണ, നമുക്കുണ്ടാകുന്ന ഒരു ഭാവമാണ്. ഖുശി, അത് നമ്മുടെ ഒരു ഭാവമാണ്. അപ്പോൾ ഭാവമോ ഗുണമോ അവസ്ഥയോ ഏതാണെങ്കിലും അതെന്താണ്, ഭാവവാചക സംഖ്യയാണ്. നമുക്കതിൻ്റെ ഉദാഹരണം കൂടി നോക്കാം. माम बच्चे से प्रेम करता है, वे बूढ़ापा होते ही मेहनत करते हैं. गरीबी बुरा हाल है, सरिता को क्रोध बहुत आता है. रमेश और सुरेश की मित्रता मशहूर है. राम बचपन से ही पढ़ाई में अच्छा है. गांधी जी अपनी भलाई से मशहूर है. अपने मोटापे के कारण उन्हें तेज दौड़ा नहीं. किसी के साथ घृणा नहीं करनी चाहिए. आपसे मिलकर मुझे खुशी हुई. ഇത്രയും സെൻറ്റൻസുകൾ ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാകും. ഇത്രയും നമുക്കുണ്ടാകുന്ന ഭാവങ്ങളാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സമൂഹവാചക സംഖ്യ. ഇതുവരെ നമ്മൾ പഠിച്ചത് വ്യക്തിവാചക, ജാതിവാചക, ഭാവവാചക. ഇത് മൂന്നുമാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. അത് മൂന്നും നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അടുത്തതാണ് സമൂഹവാചക സംഖ്യ. ഇത് നമ്മുടെ ജാതിവാചക സംഖ്യ പോലെ തന്നെയാണ്, രണ്ടും കൂടെ കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പം ഏകദേശം അതുപോലെ തന്നെയാണ്. നമുക്ക് നോക്കാം. ജിസ് ശബ്ദ സെ കിസി സമൂഹ യാ സമുദായ കാ ബോധ കരാത്തെ ഹെ ഉന്നെ സമൂഹവാചക സംഖ്യ कहते हैं. ഏതൊരു വാക്കുകൊണ്ടാണോ നമ്മൾ ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെ, ഒരു ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു സമുദായത്തിൻ്റെ അറിവുണ്ടാക്കുന്നത്, ആ സമുദായത്തെക്കുറിച്ച് ബോധമാകുന്നത്, അതിനെയാണ് സമൂഹവാചക സംഖ്യ എന്ന് പറയുന്നത്. അതായത് ജനസമൂഹം, നമുക്കറിയാം, ഫീഡ്, ജനക്കൂട്ടം, ക്രൗഡ്, സേന, സൈന്യം, സൈന്യത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടാകുമല്ലോ, ഒരേപോലെയുള്ള ഒരുപാട് ആൾക്കാർ, അതാണ് ഫീഡ്, ജനക്കൂട്ടം, അത് ജനസമൂഹം തന്നെയാണ് ഫീഡ്. ഗുച്ഛ എന്ന് വെച്ചാൽ കുല, പൂക്കുല എന്ന് പറയില്ലേ, അതുപോലെ, അതായത് ആ പൂക്കുലയിൽ ഒരുപോലെയുള്ള ഒരുപാടെണ്ണം ഉണ്ടാകും. ദെൻ പരിവാർ, കുടുംബത്തിലെ ആൾക്കാർ. ഗുൽദസ്ത എന്ന് പറഞ്ഞാൽ പൂച്ചെണ്ട്. ദെൻ ചുണ്ടെന്ന് വെച്ചാൽ ഗ്രൂപ്പ്. ദെൻ ഛത്ത എന്ന് വെച്ചാൽ തേനീച്ചക്കൂട്ടിൽ തേനീച്ചകളല്ലേ ധാരാളമുള്ളത്. അപ്പോൾ ഈ പറയുന്ന സമൂഹവാചകത്തിൽ ഒരുപോലെയുള്ള കുറേ ആൾക്കാരല്ലെങ്കിൽ ജീവികളുള്ളതാണ് സമൂഹവാചക സംഖ്യ എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കാം നമുക്ക്. സാരേ ജനസമൂഹ മേ ഖുശി കി ലഹർ ദൗഡ് പടി. ഹമാരി സേന ബഹുത് ഹോशियार है. स्टेशन पर बहुत भीड़ है. फलों की गुच्छा मनोहर है. मेरा परिवार बहुत अच्छा है. फूलों की गुलदस्ता सुंदर है. जंगल में हाथियों का झुंड है. पेड़ पर छत्ता है. അപ്പോൾ ഇത്രയുമാണ് സമൂഹവാചക സംഖ്യ എന്ന് പറഞ്ഞ. ജാതിവാചക പോലെയാണ് എങ്കിലും കുറച്ചുകൂടി ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതായത് നദി എന്ന് പറയുമ്പോൾ പല നദികളുണ്ട്, പലയിടത്തായിരിക്കും. പക്ഷേ ഈ സമൂഹവാചകം എന്ന് പറയുമ്പോൾ ഒന്നിച്ച് ഒരുപോലെ കാണപ്പെടുന്നത് എന്നൊരു വ്യത്യാസമുണ്ട്.
ദെൻ ഇനി നമുക്ക് ദ്രവ്യവാചകം പഠിക്കാം. जो शब्द से किसी धातु द्रव्य या पदार्थ का बोध हो उसे द्रव्यवाचक संज्ञा कहते हैं. जो शब्द से और जिस शब्द से ഏതൊരു വാക്കുകൊണ്ടാണോ ഏതെങ്കിലും ഒരു ധാതുവിൻ്റെ അല്ലെങ്കിൽ ഒരു ദ്രവ്യത്തിൻ്റെ ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാം ഒന്ന് തന്നെയാണ് അതിനെ ബോധിപ്പിക്കുന്നത്, ഇതിനെയാണ് ദ്രവ്യവാചകം എന്ന് പറയുന്നത്. ഒരു വസ്തുവിൻ്റെ ഏതെങ്കിലും ഒരു പദാർത്ഥത്തിൻ്റെ പേരിനെ സൂചിപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ദ്രവ്യവാചക സംഖ്യ എന്ന് പറയുന്നത്. ഫൽ, പാനി, സബ്ജി, മൊബൈൽ, ഘീ, സോന, ചാന്ത്, ലോഹ, ചീനി, ഗേഹു ആദി മുതലായവ. അപ്പം പഴങ്ങൾ, പാനിവെള്ളം, സബ്ജി, മൊബൈൽ ഇതെല്ലാം നമ്മൾ വ്യക്തിവാചകത്തിലും ജാതിവാചകത്തിലും പഠിച്ചതാണ്. എങ്കിൽ പോലും ഓരോന്നിനെയായിട്ട് എടുത്ത് പറയുക, അതിനെ എടുത്ത് പറയുകയാണ് ദ്രവ്യവാചക സംഖ്യയിൽ കൂടി ചെയ്യുന്നത്. നമുക്ക് ഉദാഹരണം നോക്കാം. ഹമേ റോസാന ഫൽ ഖാന ചാഹിയെ, മുझे പാനി പീനാ ഹേ, ബാസാർ സെ സബ്ജി ലേക്കർ ലാവോ आवो, मेरा मोबाइल मुझे दो, घी बहुत अच्छा है, मुझे सोने का हार खरीदना है, मुझे चांदी के आभूषण पसंद है, लोहा बहुत कठोर पदार्थ है, मीठे खाद्यों में चीनी की इस्तेमाल करती है, इस बार गेहूं की फसल अच्छा है. ഇങ്ങനെ ഓരോ പദാർത്ഥത്തെയും ഓരോ ധാതുവിനെ എടുത്തു പറയുന്നതാണ് ദ്രവ്യവാചക സംഖ്യ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ സംഖ്യ എന്നതിൽ കൂടി ഉദ്ദേശിക്കുന്നത്. അതായത് ഒന്നിൻ്റെ പേര് പറയുക, അത് കൂട്ടത്തിൽ പറയാം, പ്രത്യേകമായിട്ട് പറയാം, അത് ഭാവത്തിൽ അല്ലെങ്കിൽ ദ്രവ്യത്തിൽ സമൂഹമായിട്ട് ഒക്കെ പറയുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, സംഖ്യ എന്ന് പറയുന്നത്. സംഖ്യ എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ടത് ഒരു വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ ഒരു പ്രാണിയുടെ അല്ലെങ്കിൽ ഒരു ജാതി അല്ലെങ്കിൽ ഭാവം ഇതിൻ്റെ പേരായ ശബ്ദം പേര് പറയുന്ന വാക്കിനെയാണ് സംഖ്യ എന്ന് പറയുന്നത്. ഇത്രയുമാണ് സംഖ്യ എന്നതിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ സർവനാമമായിരിക്കും, ഈ സംഖ്യയ്ക്ക് പകരം ഉപയോഗിക്കുന്നതാണ് സർവനാമം, അതായിരിക്കും എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതുവരേക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ശുഭരാത്രി ആശംസിക്കുന്നു. ഗുഡ് ബൈ.